കേൾക്കാമല്ലോ. പണ്ട് ഒരു ചെറിയ ഫാമിൽ അധ്വാനിയായ ഒരു ചെറിയ ചുവന്ന കോഴി താമസിച്ചിരുന്നു. അവൾ എപ്പോഴും ചുറ്റുപാടും തൻ്റെ ജോലികൾ ചെയ്തും കൃഷിയിടം നോക്കുന്ന തിരക്കിലുമായിരുന്നു. അവൾ അവളുടെ 3 സുഹൃത്തുക്കൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ഒരു അലസനായ പൂച്ച, സദാസമയവും ഉറങ്ങുന്ന നായ, പിന്നെ മടിയനായ ഒരു താറാവ്. ഒരു ദിവസം രാവിലെ കോഴി അഴുക്കിൽ ചുറ്റിക്കറങ്ങുമ്പോൾ കുറച്ച് ഗോതമ്പ് മണികൾ കണ്ടെത്തി. അയ്യോ, ഇവ നോക്കൂ, അവൾ പറഞ്ഞു. ഈ ധാന്യങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ ഗോതമ്പ് വിളയിക്കാം. ആ ഗോതമ്പിൽ നിന്ന് രുചികരമായ റൊട്ടി ഉണ്ടാക്കാം. അവൾക്ക് തോന്നിയ ആശയത്തിൽ അഭിമാനപുളകിതയായി. എന്നാൽ തനിക്കിതെല്ലാം തനിച്ചു ചെയ്യാൻ കഴിയില്ല എന്നറിയാമായിരുന്നതിനാൽ അവൾ തൻ്റെ സുഹൃത്തുക്കളോട് സഹായം അഭ്യർത്ഥിക്കാൻ അവരുടെ അടുത്തേക്ക് പോയി. ഗോതമ്പ് നടാൻ ആരാണെന്നെ സഹായിക്കുക? ഉറങ്ങിക്കിടന്ന പൂച്ച പറഞ്ഞു, ഞാനല്ല. തണലിൽ ചുരുണ്ടുകൂടി കിടന്ന നായ കഷ്ടിച്ച് കണ്ണു തുറന്നു, ഞാനല്ല എന്ന് പറഞ്ഞു. കുളത്തിൽ അലസമായി നീങ്ങുന്ന താറാവ് പറഞ്ഞു, ഞാനല്ല. എങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും. അങ്ങനെ കോഴി ചെറിയ കുഴികളെടുത്ത് വിത്ത് പാകി ദിവസവും നനച്ചു. താമസിയാതെ ചൂടുള്ള സൂര്യന്റെ കീഴിൽ ഗോതമ്പ് നല്ല ഉയരത്തിൽ സ്വർണ്ണ നിറമായി തുടങ്ങി. ഒരു ദിവസം കോഴി നോക്കുമ്പോൾ ഗോതമ്പ് വിളവെടുപ്പിന് തയ്യാറാണെന്ന് കണ്ടു. അവൾ വീണ്ടും കൂട്ടുകാരെ വിളിച്ചു. ആരാണ് എന്നെ ഗോതമ്പ് വിളവെടുക്കാൻ സഹായിക്കുക? 3 പേരും മടി പിടിച്ച് ഞാനല്ല എന്ന് പിറുപിറുത്തു. എങ്കിൽ ഞാൻ തന്നെ ചെയ്യും, കോഴി പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ കൊക്കുകൊണ്ട് ഗോതമ്പ് മുറിച്ച് കെട്ടുകളാക്കി. അതിനുശേഷം കോഴിക്ക് റൊട്ടി ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി അവൾ കൂട്ടുകാരോട് ചോദിച്ചു, ഗോതമ്പ് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് മാവുണ്ടാക്കാൻ ആരെന്നെ സഹായിക്കും? പൂമ്പാറ്റയെ പിന്തുടരുന്ന പൂച്ച പറഞ്ഞു, ഞാനല്ല. ചെവി ചൊറിഞ്ഞുകൊണ്ട് നായ കുരച്ചു, ഞാനല്ല. താറാവ് തൻ്റെ തൂവലുകൾ ചലിപ്പിച്ചു, ഞാനല്ല. എങ്കിൽ ഞാൻ തന്നെ ചെയ്യും, അവൾ പറഞ്ഞു. അവൾ ഭാരമുള്ള ഗോതമ്പ് കെട്ടുകളും ചുമന്ന് മില്ലിലേക്ക് പോയി. അങ്ങനെ ഗോതമ്പ് പൊടിച്ചു കൊണ്ടുവന്നു. റൊട്ടിക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ ശേഖരിച്ചു. മാവും വെള്ളവും അല്പം ഈസ്റ്റും. വീണ്ടും അവൾ കൂട്ടുകാരോട് സഹായം ചോദിച്ചു. ആരാണ് എന്നെ റൊട്ടി ഉണ്ടാക്കാൻ സഹായിക്കുക? അവൾ ചോദിച്ചു. വെയിലത്ത് ഉറങ്ങാൻ നോക്കുന്ന പൂച്ച പറഞ്ഞു, ഞാനല്ല. അലസമായി വാലാട്ടിക്കൊണ്ട് നായ പറഞ്ഞു, ഞാനല്ല. കുളത്തിൽ തുഴയുന്ന താറാവ് പറഞ്ഞു, ഞാനല്ല. എങ്കിൽ ഞാൻ തന്നെ ചെയ്യും, കോഴി പറഞ്ഞു. അവൾ റൊട്ടിക്കുള്ള മാവുണ്ടാക്കി ഓവനിൽ വെച്ചു. താമസിയാതെ പുതിയ റൊട്ടിയുടെ മണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. റൊട്ടി പാകമായപ്പോൾ കോഴി അത് പുറത്തെടുത്ത് തണുപ്പിക്കാൻ വെച്ചു. എല്ലായ്പ്പോഴും സഹായിക്കാൻ സമയമില്ലാതെ തിരക്കിലായിരുന്ന അവളുടെ കൂട്ടുകാർ റൊട്ടിയുടെ മണം വന്നപ്പോൾ ഓടി വന്നു. പൂച്ച പറഞ്ഞു, ഞാൻ റൊട്ടി കഴിക്കാൻ സഹായിക്കും. നായ പറഞ്ഞു, ഞാൻ സഹായിക്കും. താറാവ് ചിറകടിച്ചു, ഞാൻ റൊട്ടി കഴിക്കാൻ സഹായിക്കും. അപ്പോൾ കോഴി പറഞ്ഞു, ഇല്ല, ഞാൻ ഗോതമ്പ് നട്ടു, ഞാൻ വിളവെടുത്തു, ഞാൻ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചു, ഞാൻ മാവുണ്ടാക്കി, റൊട്ടി ഉണ്ടാക്കി. ഇനി ഇത് ഞാൻ തന്നെ കഴിക്കും. കോഴി അങ്ങനെ തന്നെ ചെയ്തു. തൻ്റെ മേശയിലിരുന്ന് ആസ്വദിച്ചു കഴിച്ചു. സുഹൃത്തുക്കൾ ഖേദത്തോടെ നോക്കി. അവരെല്ലാം അന്നു മുതൽ ഒരു പാഠം പഠിച്ചു. നിങ്ങൾ ജോലിയിൽ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം ആസ്വദിക്കാൻ കഴിയില്ല. കഠിനാധ്വാനവും ഉത്തരവാദിത്വവും പ്രതിഫലം നൽകുന്നു. അതേസമയം അലസത നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. Thank you. Subscribe.